CPM MLA മട്ടന്നൂരിൽ വന്നപ്പോ ആരെങ്കിലും കരയുന്നത് നിങ്ങൾ കണ്ട? ആരെങ്കിലും ഒരാൾ കരയുന്നുണ്ട? കണ്ടില്ല. പക്ഷെ ഷാഫി പറമ്പിൽ വന്നപ്പോ പാലക്കാട് മുഴുവൻ ആളുകൾ കരഞ്ഞു. എന്താ കാര്യം എന്നറിയാവോ? വിസിറ്റ് വിസയ്ക്ക് മുമ്പ് ആരും കരയില്ല, പക്ഷെ പെർമനന്റ് വിസയ്ക്ക് പോകുമ്പോ എല്ലാരും കരയും. അപ്പോ ടീച്ചർ ഇവിടെ വന്നത് വിസിറ്റ് വിസയ്ക്ക, ഷാഫി പറമ്പിൽ വന്നത് പെർമനന്റ് വിസയ്ക്ക. ആ വ്യത്യാസം കൊണ്ടാണ് രണ്ടാളുകൾ കരയാൻ. അല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, വലിയ കാര്യമൊന്നുമില്ല. നമ്മള് റേഷൻ കടയിൽ പോയാൽ അരിയില്ല, സപ്ലൈകോയിൽ പോയാൽ സബ്സിഡി ഐറ്റംസ് ഇല്ല. പിന്നെ ഇതെല്ലാം വിശപ്പൊക്കെ സഹിക്കാം, ഇച്ചിരി വെള്ളം കുടിക്കാന്ന് വെച്ചാൽ വെള്ളക്കരം കൂട്ടി, എന്നാൽ ഇച്ചിരി വെട്ടത്തിരിക്കാന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി. ഇതെല്ലാം പറയാൻ ക്ലിഫ് ഹൗസിൽ പോകുന്ന പറഞ്ഞാൽ മുഖ്യമന്ത്രിയില്ല, മരപ്പെട്ടി എവിടെ ഉള്ളൂ. ഇതെല്ലാം എടുത്തിട്ട് നാട് വിട്ടങ്ങ് കാട്ടിൽ പോകാം. കാരണം നാട്ടിലിറങ്ങുന്നവര് പുലി, കടുവ, ആന, പിണറായി വിജയൻ സകല സാധനവും നാട്ടിലുണ്ട്. എന്നാ പിന്നെ കാട്ടി പോകാന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ത്രിപുരയിലെയും ബംഗാളിലെയും സഹാക്കന്മാർ ഒടിക്കാൻ വന്നിരിക്കുകയാണ്, അവിടെ നിവൃത്തിയില്ലാത്തത്. അപ്പൊ അതുകൊണ്ട് നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരന് കൊണ്ട ഓരോ വെട്ടിനും, ഒന്നിച്ചല്ല ഓരോ വെട്ടിനും നമ്മൾ എണ്ണി 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 കണക്ക് ചോദിച്ചിരിക്കും.